എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം സംസാരിക്കുന്ന ഒരു പ്രത്യേക സുഖവും കൂടിയാണ്. ശ്രുതിയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുട്ടികളായതിനു ശേഷമാണ്. അതായത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ സിനിമയുടെ മുന്നേ നടക്കുന്ന ഇന്റർവ്യൂസിനെ കഴിഞ്ഞും ഇങ്ങനെ വരുമ്പോൾ ഒരു ചിറ്റ് ചാറ്റ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഇരുന്നിട്ട് ടു ടോക്ക് അബൌട്ട് ദ ഫിലിം ആൻഡ് ഓൾ ആൻഡ് ഫൈനലി വി ആർ ഹിയർ. ഒരു സ്ത്രീ എന്തെല്ലാം ദുഃഖങ്ങളാണ് അനുഭവിക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു പുരുഷന്റെ ഉള്ളിലുള്ള അമ്മ എന്നുള്ള ആ സ്ഥാനം, അമ്മയുടെ ആഗ്രഹങ്ങൾ നടത്തുക, അതുപോലെ കാമുകിയോടുള്ളത്. കുട്ടി ശ്രദ്ധിക്കണ്ടോ അതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലീലാമ്മയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്നാന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, പക്ഷെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തോണ്ട് ഞാൻ ചോദിക്കുന്നു. അങ്ങനെ വിങ്ങി 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 പൊട്ടിക്കരയാതെ ഇങ്ങനെ നിർത്തിക്കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ വിഷം കൊടുക്കുന്നത്. പക്ഷെ ഇതല്ലേ ശരിക്കും പറയുന്നു, വൺസ് ഒരു സ്റ്റാർ ആയി നിന്ന ആൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരാള് പിന്നെ ഒരിക്കലും അങ്ങനെ ബാക്ക് പോവാനൊന്നും പറ്റത്തില്ല. അവസാനമായിട്ട് ഞങ്ങൾ 4 പേര് ഒരുമിച്ച് കണ്ടത് എനിക്ക് തോന്നുന്നത് അന്ന് നമ്മുടെ സെറ്റിൽ വെച്ചായിരിക്കും, വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് മീനാക്ഷി 10ാം ക്ലാസ്സിലോ എത്രയായിരുന്നു. ഇപ്പൊ ഞാൻ വളർന്ന് വലുതായി ഡിഗ്രി എത്തി. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫെസ്റ്റിവൽസിലൊക്കെ പ്രദർശനം കഴിഞ്ഞ് ഒരുപാട് അവാർഡ്സ് ഒക്കെ വാരിക്കൂട്ടി ഞങ്ങളുടെ പൂവ് ഇപ്പോൾ മനോരമ മാക്സിൽ എത്തിയിരിക്കുകയാണ്. ഇതിനകം തന്നെ ഒരുപാട് പേര് കണ്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്കിപ്പോഴാണ് പ്രേക്ഷകരുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്പേസും കിട്ടുന്നത്. നമുക്കിത് കണ്ട് കുറച്ച് റിവ്യൂസ് ഒക്കെ കഴിഞ്ഞ് സിനിമയുടെ മുന്നേ നടക്കുന്ന ഇന്റർവ്യൂസിനെ കഴിഞ്ഞും ഇങ്ങനെ വരുമ്പോൾ ഒരു ചിറ്റ് ചാറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം സംസാരിക്കുന്ന ഒരു പ്രത്യേക സുഖവും കൂടിയാണ്. സിനിമ കണ്ടിട്ട് വളരെ പേര് എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് സാധാരണ സിനിമയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളതെന്ന്. അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നമ്മുടെ ആ കൂട്ടായ്മയിൽ അത് നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ചേച്ചിയുടെ അടുത്തുനിന്നും. എക്സാക്ട്ലി, ആൻഡ് ഓൾസോ നമ്മൾ കുറെ നേരമായില്ലേ, യു ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് മൂമെന്റ്, റൈറ്റ്? ഇവിടെ ഇരുന്നിട്ട് ടു ടോക്ക് അബൌട്ട് ദ ഫിലിം ആൻഡ് ഓൾ ആൻഡ് ഫൈനലി വി ആർ ഹിയർ. സോ തോന്നുന്നു ഈ മൊത്തം പടം കാണുമ്പോൾ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് തകർത്ത് എല്ലാം കഴിഞ്ഞ് ഷീ ജസ്റ്റ് കേം ഇൻ ഒരു 10 മിനിറ്റ് കൊണ്ട് ഷീ ജസ്റ്റ് exactly, you were amazing. വന്നില്ലായിരുന്നെങ്കിൽ എനിക്കൊരു നഷ്ടമായേനെ. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷെ അങ്ങനെയില്ല, കാരണം ഇപ്പം നമ്മുടെ മൂവിയിൽ മൊത്തം ഒരു അങ്ങനെ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആര് വന്ന് എന്ത് ചെയ്താലും അതങ്ങനെ ഒന്നും ആൾക്കാരെ അത്ഭുതപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത് ഭയങ്കര നന്നായിട്ടുണ്ടെന്ന് പറയിപ്പിക്കാനോ പറ്റില്ല. ഒരിക്കലും നമ്മളെ കൊണ്ടൊരു ലോജിക് വൈസ് ഒന്നും കറക്റ്റ് അല്ലാത്ത ഒരു സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആര് വന്നു അല്ലെങ്കിൽ ആരെത്ര മനോഹരമായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാലും ആ സിനിമ നന്നായി നമുക്ക് തോന്നില്ല. പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരാളുടെ ഒരു അഭിനയം കൊണ്ടോ അല്ലെങ്കിൽ 2 പേര് അഭിനയിച്ചത് കൊണ്ടോ നന്നാകണമെന്നില്ല. അതിന്റെ പിന്നിലുള്ള ടെക്നിക്കൽ മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള ആ സഹകരണമാണ് ആ സിനിമയുടെ വിജയം. എനിക്ക് ലീലാമ്മയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്നാന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, പക്ഷെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തോണ്ട് ഞാൻ ചോദിക്കുന്നു. അങ്ങനെയാ. എന്നാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 20 വയസ്സാണ്. അപ്പൊ എൻ്റെ 20 വയസ്സിനൊക്കെ ഒരുപാട് മുന്നേ തന്നെ ലീലാമ്മ ഒരു തിയേറ്റർ ഫീൽഡിൽ ഭയങ്കര ലേഡി സൂപ്പർ സ്റ്റാർ ആണ് അന്നും ഇന്നും ഒക്കെ. പക്ഷെ ആ സമയത്ത് ഭയങ്കര ഇങ്ങനെ തിളങ്ങി നിന്ന ഒരു കാലഘട്ടം. അപ്പൊ അതിനെപ്പറ്റി ഞങ്ങൾക്ക് കുറച്ചുകൂടെ അറിയണം. അത് മാത്രമല്ല, പിന്നെ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ JC ഡാനിയൽ അവാർഡ് കിട്ടിയ ശാരദ മാം, തുലാഭാരം സിനിമ. അപ്പം ആ സിനിമ അമ്മയുടെ നാടകം കണ്ടമ്മയാണല്ലോ നാടകം ചെയ്തത്. അപ്പൊ ആ നാടകം കണ്ടിട്ട് നേരിട്ട് വന്ന് കണ്ടിട്ടാണ് പിന്നെ അഭിനയിച്ചത്. അങ്ങനെ കുറെ സ്റ്റോറീസ് ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് ഒന്ന് നേരിട്ട് അറിയണം. അത് എന്തായിരുന്നു? ഇതുപോലെ തന്നെ നാടകം എന്ന് പറയുന്നതും അതിലും അഭിനയം മാത്രമല്ല, നല്ല കഥയായിരിക്കണം, നല്ല ഡയറക്ഷൻ ആയിരിക്കണം, പിന്നെ എല്ലാ സഹപ്രവർത്തകരും നമ്മളോടൊപ്പം നിന്നെങ്കിലും നമുക്കത് നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവർ, ഞാനിപ്പോൾ അഭിനയിച്ചു അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി കിട്ടുന്ന അതേ തുല്യ അളവിലുള്ള അഭിനയ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. ഒരു കാലത്ത് കേരളത്തിൽ ഓൾ ഇന്ത്യ, ഞങ്ങള് പോകാത്ത സ്ഥലങ്ങളില്ല, ഇന്ത്യ മൊത്തം അന്ന് നാം പോയിട്ടുണ്ട് ഈ നാടകങ്ങളിൽ. ഉപ്പിൽപാസിയുടെ നാടകങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്കൊക്കെ ഭയങ്കര
എന്ന് പറഞ്ഞാൽ സമൂഹവുമായിട്ട് ഒത്തിരി ബന്ധമുള്ള വളരെയധികം പ്രശ്നങ്ങളിൽപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള കഥാപാത്രങ്ങളാണ്. വളരെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ്. അതിൽ പല നാടകങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ ഈ സിനിമയിൽ കാണുന്ന അമാനുഷികമായ പ്രവർത്തനങ്ങളൊന്നുമല്ല നാടകങ്ങൾ. നമ്മൾ സ്വന്തം നമ്മുടെ ജീവിതം പറിച്ചു നടുന്നത് പോലെ ഉള്ള കഥാപാത്രങ്ങളും കഥകളുമാണ് തൊപ്പിൽ ഭാസിയുടേത്. അതിലൊക്കെ വളരെയധികം വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാഗ്യമാണ്. അന്ന് ഞാൻ കല്യാണം കഴിക്കാതെ തന്നെ 4 കുട്ടികളുടെ അമ്മയായിട്ട് തുടക്കം മുതലല്ല, തുടക്കം ഞാൻ കോളേജ് കുമാരി, കാമുകി. എത്ര വയസ്സുണ്ടായിരുന്നു അന്നേരം? അന്ന് 10-20 വയസ്സേ ഉള്ളൂ അന്ന്. അപ്പോൾ കാമുകിയായിരുന്നു. കാമുകൻ വിട്ടുപോയി, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കാമുകൻ വിട്ടുപോയി. പിന്നീട് കൂട്ടുകാരി വത്സലയെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ആ ഒരു ദുഃഖം. അത് കഴിഞ്ഞിട്ട് സമ്പത്തില്ലാത്തൊരു നിരാലംബ അങ്ങനെയായുള്ള ഒരവസ്ഥ. അപ്പോഴും സഹായിക്കാൻ ആരുമില്ല. അവസാനം അവരുടെ തന്നെ ഫാക്ടറിയിൽ ഒരു തൊഴിലാളിയായിട്ട് വിവാഹം കഴിക്കേണ്ടി വന്നു. അതിൽ കുട്ടികളുണ്ടായി. ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു. എല്ലാം മെമ്മറിയിൽ ഫ്രഷ് ആണ് അല്ലേ? അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യം വരുന്നു. വീട്ടു ജോലിക്ക് പോയി അത് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. അത് തികയാതെ വരുന്നു. കുഞ്ഞുങ്ങളെ ഭിക്ഷയാചിച്ച് നടക്കുന്നു. ഇതെല്ലാം ഒരു സ്ത്രീ എന്തെല്ലാം ദുഃഖങ്ങളാണ് അനുഭവിക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ മുമ്പോട്ട് നയിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചോറെടുത്ത് വിഷമിങ്ങനെ ഇടുമ്പോഴേക്കും ഓഡിയൻസ് വിങ്ങാൻ തുടങ്ങും. ലേഡീസ് എല്ലാം അടുത്തടുത്ത്. നമുക്ക് നാടകമാകുമ്പോൾ വളരെ അടുത്തിരിക്കുന്ന KPSC നാടകം എന്ന് പറഞ്ഞാൽ ദൂരെയൊന്നുമല്ല കസേര, നമ്മുടെ വളരെ അടുത്ത് വരെ അതുമാത്രം ആൾക്കാരുണ്ടാവും. ഈ ചോറെടുത്ത് ഞാൻ ഒന്ന് വിങ്ങാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് മുമ്പേ കരയാൻ തുടങ്ങും ഓഡിയൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കരച്ചിൽ വരാൻ എളുപ്പമല്ലേ. അങ്ങനെ വിങ്ങി 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 പൊട്ടിക്കരയാതെ ഇങ്ങനെ നിർത്തിക്കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ വിഷം കൊടുക്കുന്നത്. അപ്പോഴേക്കും ആളുകൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അയ്യോ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുക്കല്ലേ, ഞങ്ങൾ വളർത്തിക്കോളാം. അപ്പം അത്ര റിയലായിട്ട് അവർക്ക് തോന്നുന്നു എന്നുള്ളതാണ് നാടകം. പിന്നീട് രണ്ടാമത്തെ തിരിച്ചു വരവെന്ന് പറയുന്നത് ഡയറക്ടർ ജയരാജൻ്റെ പടത്തിലാണ്. അതിലെനിക്ക് സ്റ്റേറ്റ് അവാർഡെല്ലാം മേടിച്ചല്ലോ. അപ്പോൾ അതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് നാടകത്തിന്. നർത്തകിയായിരുന്നു. ഞാനൊരു നാടകത്തിലേക്ക് വന്നത് തന്നെ ഇഷ്ടമില്ലാതെയായിരുന്നു. പിന്നീട് അങ്ങനെ അഭിനയിച്ച് അതൊരു തഴക്കം വന്നു. പക്ഷെ ഇതല്ലേ ശരിക്കും പറയുന്നു, വൺസ് ഒരു സ്റ്റാർ ആയി നിന്ന ആൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഒരാള് പിന്നെ ഒരിക്കലും അങ്ങനെ ബാക്ക് പോവാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഇപ്പം അമ്മ തന്നെ വിചാരിച്ചു പല സാഹചര്യങ്ങൾ കൊണ്ട് ഇതിന് വേണ്ട, അല്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് നിർത്താന്ന് വിചാരിച്ചു. പക്ഷെ പോയോ എവിടെ? ബാക്ക് വിത്ത് ബാഗ് എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ ഇതാ കിടക്കുന്നത് ഇവിടെ തന്നെ. അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ചു. കല്യാണം കഴിഞ്ഞോടുകൂടി ഞാൻ അഭിനയം നിർത്തി. കാരണം പിന്നെ കുട്ടികളായി, കുടുംബം നോക്കണ്ട, ഉത്തരവാദിത്വങ്ങളായി. പിന്നെ ആർക്കും തന്നെ വലിയ താല്പര്യമില്ലായിരുന്നു. ശ്രുതിയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുട്ടികളായതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതായത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്ന് പറയുന്ന പോലെ ഞാൻ ശരിക്കും അഭിനയത്തിന് അല്ലെങ്കിൽ അഭിനയത്തോട്ട് വരാൻ സാധിക്കും എന്നൊന്നും വിചാരിച്ച ഒരാളോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ പണ്ട് മുതലേ മോഹിച്ച് ആഗ്രഹിച്ചെന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ആളെ അല്ലായിരുന്നു. ഇൻഫാക്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. സാഹചര്യം, ഓരോ സാഹചര്യത്തിൽ, അതായത് ലൈഫ് ഗിവ് യു ലെമനേഡ് യു മേക്ക് ലെമൺ യു മേക്ക് ലെമനേഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥ, ഐ തിങ്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നു. എൻ്റെ മോള് ഒരു സ്പെഷ്യൽ കിഡാണ്. സോ അവളുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജോലിയൊക്കെ രാജിവെച്ച് ആ ഒരു സമയത്താണ് യാദൃശ്ചികമായി പല പല അവസരങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ഓരോരോ അവസരങ്ങൾ എടുത്തെടുത്ത് യെസ് നൗ ഐ എം ഹാപ്പിലി ഇൻ ദിസ് ഇൻഡസ്ട്രി. ആഡ്സും ഫിലിംസും ഒക്കെ ആയിട്ട് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സോ ഹിയർ ഐ എം വളരെ ഹാപ്പി ആയിട്ട് പൂവിൽ എത്തി നിൽക്കുകയാണ്. വാട്ട് അബൌട്ട് യു?
ഐ മീൻ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ അടിച്ചു പൊളിച്ച് അവിടെ അഭിനയിച്ച് ഇരിക്കുന്ന ആൾക്ക് ഇവിടെ മലയാളം ഇൻഡസ്ട്രിയിൽ എന്താണ് കാര്യം? ഇവിടെ ആളുണ്ടായിരുന്നില്ലേ? വാസ് ദിസ് യുവർ ഫസ്റ്റ് അറ്റംപ്റ്റ്? ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ്? ഐ മീൻ ഇതൊരു ഫസ്റ്റ് ഫിലിം ആണെന്ന് തോന്നുന്നു. Yeah, first question ശ്രുതി ചോദിച്ചത് is why as a Telugu girl ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പൊ തെലുഗു ഇൻഡസ്ട്രി ഓൾസോ മലയാളി ആക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ചെയ്യുന്നില്ലേ? സോ എനിക്ക് ഒരു തോട്ട് വന്നു, ഓഫ് കോഴ്സ് വൈ ഷുഡന്റ് ഐ ഓൾസോ കം. സോ അങ്ങനെ ഉണ്ടായിരുന്നു. ബട്ട് ഫാക്ച്വലി സ്പീക്കിംഗ് ഞാൻ ശരിക്കും തെലുഗുവാ, യെസ്, ബട്ട് ഞാൻ ദുബായിലൊക്കെ ഉണ്ടായിരുന്നു. സോ എൻ്റെ അച്ഛനാണ് ഫസ്റ്റ് എനിക്ക് സിനിമ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ആ സമയത്തില് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല. ഐ വാസ് വാച്ചിങ് മലയാളം ഫിലിം, തെലുഗു ഫിലിം. എൻ്റെ മദർ ടങ് ശരിക്കും എന്നാണ് എനിക്ക് ആ സമയത്തിൽ ഐ ഡിഡ്ന്റ് നോ, ബിക്കോസ് വീട്ടിലെ രണ്ടും പോന്ന. ആൻഡ് മൈ മലയാളം സംസാരിക്കും, പിന്നെ തെലുഗു ഓൾസോ, തെലുഗു മദർ ടങ്. ഹൗ മലയാളം? ഐ ഡോണ്ട് നോ, എൻ്റെ അച്ഛൻ ബിക്കോസ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ മലയാളീസ് ഉണ്ടായിരുന്നു. സോ ഐ കൈൻഡ് ഓഫ് റിമെമ്പർ മോസ്റ്റ് ഓഫ് ദ ടൈം മലയാളം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയും വന്നു ആൻഡ് ഷീ ടുക്ക് ഇറ്റ് അപ്പ് ആസ് എ ചാലഞ്ച്. ഐ ഡിഡ്ന്റ് നോ ബാക്ക് ദെൻ. സോ അമ്മയ്ക്ക് അതൊരു എന്താ, ഐ നീഡ് ടു നോ, നിങ്ങൾ എന്താണ് പറയുന്നത്? എൻ്റെ ബാക്കിലൊക്കെ ഓൾ ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ട് യു ആർ സ്പീക്കിംഗ് മലയാളം, യു ആർ ടോക്കിംഗ് അബൌട്ട് മീ ആൻഡ് ഓൾ, അങ്ങനെയൊക്കെ ഷീ ഓൾസോ ലേൺ ഇറ്റ്. സോ ചെറുത് വയസ്സിൽ എനിക്കറിയില്ല മലയാളമാ തെലുഗുവാ. എനിക്ക് ടൈം എടുത്തു ഓക്കെ തെലുഗു ഇസ് മൈ മദർ ടങ്, പക്ഷേ ഐ നോ ദിസ് ഓൾസോ. അത്രയൊക്കെ ഫ്ലുവൻ്റ് അല്ലേ, ബട്ട് ഇറ്റ് യൂസ് ടു ഗോ. സോ but cinema എൻ്റെ അച്ഛനാണ്, he was the first one who introduced. My mother was a writer. So I think I grew up watching a lot of films. So everybody that actor Malayalam films, yeah, Malayalam, Telugu, all of them. But my faintest memory was Malayalam films. And ആ സമയത്തിലെ മാം പറഞ്ഞ പോലെ like Sharda ma'am, I think she was a proper Telugu girl, but she was a torch bearer, I guess, for Malayalam cinema. So yeah, I think I mean I did want to be a part of Malayalam cinema. അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും ചിന്തിച്ചില്ല that I have to do only Telugu films or this. എനിക്ക് ചാൻസ് കിട്ടിയെങ്കിൽ I'll work in all languages possible. So that's what I've covered 3 so far. So let's see. അങ്ങനെ ഞങ്ങളും തെലുങ്കിലൊക്കെ വരട്ടെ. പക്ഷെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു മലയാളം മൂവി വന്നു, അപ്പൊ നമ്മളത് കമ്മിറ്റ് ചെയ്തു, അപ്പം ഒരു മനസ്സിലൊരിതുണ്ടായി. ഇപ്പൊ മലയാളം ഇങ്ങനെ ചുമ്മാ സംസാരിക്കും, പക്ഷെ ഒരു ഇതുണ്ടായിരുന്നോ ഇതൊരു വേറൊരു ഇൻഡസ്ട്രി. അപ്പം ഇൻഡസ്ട്രി വ്യത്യാസമല്ല പറയുന്നത്, എനിക്ക് അങ്ങനെ വേർതിരിവില്ല, അങ്ങനെ വേറെ ഇൻഡസ്ട്രിയിലോട്ട് പോകുന്ന അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ലാംഗ്വേജ് ഡിഫറെന്റ് അല്ലേ? അപ്പൊ ഇത് കറക്റ്റ് ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് കംഫർട്ടബിൾ ആയിരിക്കുമോ? അല്ലെങ്കിൽ ഡയലോഗ്സ് മലയാളം അല്ലേ? പൂവിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടി ഒരു ഇമോഷണൽ. She knows Malayalam better than us, I guess, അല്ലേ? അല്ല, മലയാളം അറിയായിരിക്കും, പക്ഷെ മലയാളികളല്ലാത്ത ആളുകൾ മലയാളം പറയുമ്പോൾ നമുക്കത് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവും. ഓ, നിങ്ങൾ മലയാളി അല്ലല്ലോ, നിങ്ങൾ മലയാളി അല്ലാന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും. അപ്പോൾ ഓൾറെഡി നമ്മൾ ആസ് എൻ ആക്ടർ ഒരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നോ, ഇപ്പം മലയാളം ഡയലോഗ്സ് പറയേണ്ടി വരുമ്പോൾ ഇത് ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? അത് അതിനുവേണ്ടി എന്തെങ്കിലും വർക്ക് ചെയ്തോ? Yeah, of course. Adu njan credit I think I'll give maximum to Anish sir actually. Sir ki especially setly, okay, yeah. I guess either any different language actor ki idu chamcha aum. Maybe they'll understand the language, but when it comes to dialogues and all, yeah, I get what you're saying. Yeah, adu because eniki Tamil lo also same thing I had it over there also. But namakki once I think when for me personally, and the director, if he's very clear about what he's conveying, other suppose namaki when we understand that, this will become easy. Maybe a momently you'll by heart the dialogue, but you need to understand ki emotion endana, meaning endana, why is it adu namaki manasilayalo, then I think it will become easy. So in Poo's case I'll give it to Anish sir. Especially tekende samayathile eniki I did get stuck or pressure adai I don't go for prompting in general. I think it's a language in the generally actors take it. Other language I think most of you have noticed. But he is cinema Anish sir somehow he got it. Njan everybody stuck like what is going to happen? Eniki the word like the difficult correct samayathile he used to give me that small chair right. നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? ഇന്നിവിടെ വന്നു, ഞാനപ്പോൾ പറഞ്ഞല്ലോ ഒരു നോർമൽ മൂവി ഇന്റർവ്യൂ വരുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ
മൂവിക്ക് മുന്നേ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ മാത്രമേ പറയാൻ പറ്റൂ. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, അപ്പോൾ പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കുറേ സംസാരിക്കാം. പക്ഷേ ഇത് റിലീസായി കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായവും കൂടെ കേട്ടതിന് ശേഷം ഇങ്ങനെ വന്ന് ഒന്നിച്ചിരിക്കുമ്പോഴുള്ള സന്തോഷം കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു സെഗ്മെന്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, കുട്ടി ശ്രദ്ധിക്കണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ, ഈ പാത്രത്തിൽ കുറച്ച് പേപ്പറിൽ നമ്മുടെ ഇത് കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അത് എഴുതിയിട്ടിരിക്കുക. ഓരോ പേപ്പറിലും ഓരോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ അത് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതിൽ ഓരോന്നിനും ആൻസർ ചെയ്യുന്നു. സെറ്റ്. ഈ പാത്രത്തിൽ മുന്നേ ആ പാത്രത്തിലെ നാരങ്ങ മിഠായി കിട്ടിയ കൊള്ളാം. അത് നമ്മുടെ ഗെയിമിന്റെ പാർട്ടല്ല, പക്ഷെ ചേച്ചി പ്ലീസ്. വേണോ? ഷുഗർ കട്ട. ഞാൻ കുറച്ച് ഡയറ്റ് ശ്രദ്ധിക്കുന്ന ആളാ അല്ലേ, അങ്ങനെ പറഞ്ഞാ മതി. ഓക്കെ, എടുക്ക. ആരാദ്യം എടുക്കുന്നത്? ഇത്തിരി ക്യൂരിയോസിറ്റി ഉണ്ട്, പക്ഷേ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനൊന്നുമില്ല, എല്ലാം വേറെ ക്വസ്റ്റ്യനാ. പക്ഷെ ഇത്തിരി കാർഡ്സ് ഒക്കെ ഉണ്ടല്ലേ. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, സോ സംബഡി പ്ലീസ് റീഡ് ദിസ്. ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ടോ? കേന്ദ്ര കഥാപാത്രം ഒരു പുരുഷനാണെങ്കിൽ കൂടെയും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? അതിന് ആൻസർ ചെയ്യേണ്ട ആർക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാവോ? എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്സ് പറയാം. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണോ എന്ന് വെച്ചാൽ, എൻ്റെ കാഴ്ചപ്പാടിൽ പൂവിന് അങ്ങനെ ഒരു പക്ഷമില്ല എന്നാ തോന്നുന്നത്. ഒരു സ്ത്രീപക്ഷമോ ഒരു പുരുഷപക്ഷമോ ഒന്നും നമുക്കിതിൽ കാണാൻ പറ്റുന്നില്ല. ഇതിലാകെ ഉള്ളത് ഭയങ്കര ഇമോഷണൽ സ്ട്രെങ്ത് ആണ്. As she said, ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. We are trying to show about that is what we are trying to do. അത്രേ ഉള്ളൂ. ബട്ട് I look at it as an audience point of view. So ഞാൻ മൂവി കണ്ടപ്പോൾ or കേട്ടപ്പോൾ it felt like that. Okay, ഒരാളുടെ ഒരു സ്റ്റോറി where there are 4 women. He happens to have 4 women in his life. ഓരോരോ വിമൻക്ക് ഓരോരോ ഡെഫിനിഷൻ ഉണ്ട്, ഓരോരോ സ്ഥലമുണ്ട്. എവറിബഡി in the universe also അങ്ങനെ പോലെയാണ്. There is a reason why man and women or everybody has their own അതുകൊണ്ടേ അല്ലേ there is a father, brother, the husband, a friend, ഇത്രയൊക്കെ റിലേഷൻഷിപ്സ് ഉണ്ട്. ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും അയാളുടെ ഭാഗത്താണ് ശരിയെന്നോ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഭാഗത്താണ് ശരിയെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോന്നും ഓരോ മാനസികാവസ്ഥയാണ്. അതെ, ഐ തിങ്ക് അതിനെക്കുറിച്ച് എനിക്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. സോ ഞാൻ ഇനി അടുത്തെടുക്കാൻ പോവാണ്, വിത്ത് യുവർ പെർമിഷൻ. യെസ്, നമ്മൾ എടുത്തത് ഇവിടെ വയ്ക്കാം അല്ലേ. ഒരാൾക്ക് ഒരേ സമയം പലരെയും പ്രണയിക്കാൻ സാധിക്കുമോ? പ്രണയത്തിന് നിങ്ങൾ കൊടുക്കുന്ന നിർവചനം എന്ത്? ഒരാൾക്ക് ഒരേ സമയം പലരെയും പ്രണയിക്കാൻ സാധിക്കില്ല എന്നാണ് അല്ലേ? ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, പക്ഷെ ഒരു ടൈം അതല്ലേ അതിന്റെ ഒരു ഭംഗി അല്ലേ? ഐ തിങ്ക് അതായിരിക്കും കുറച്ചുകൂടി അല്ലേ വൃത്തിക്ക്. ഒരു പരിപാടി വൃത്തിക്ക് ചെയ്യാം, അത് മടുത്ത് കഴിഞ്ഞാൽ അടുത്തേക്ക് പോവാം. ഓക്കെ, അതിലൊക്കെ. അല്ലാതെ ഇതൊരുമാതിരി ഒരേ സമയത്ത് ഒരുപാട് ആൾക്കാർ പ്രണയിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രണയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പോലെ ഇരിക്കും. ഇപ്പൊ ഞാൻ ഒരേ സമയം എനിക്ക് ഒരാളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ വേറൊരു രീതിയിൽ മറ്റേ ഇഷ്ടപ്പെടുന്നു. അത് രണ്ടും മേ ബി പ്രണയമായിരിക്കാം, പക്ഷെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്നനുസരിച്ചിരിക്കും. അല്ലാതെ ഒരാൾക്ക് ഒരേ സമയം ഒരാളെ മാത്രമേ പ്രണയിക്കാൻ പറ്റൂ അങ്ങനെ ഒരു നിയമമോ അങ്ങനെ ഒരു ലോയോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി അത് ഓരോ ആളെ അല്ല, സ്നേഹം എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന പോലെ തന്നെ സ്നേഹം തന്നെയാണ് എല്ലാം അല്ലേ? അമ്മയോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, കാമുകിയോടുള്ള സ്നേഹം മറ്റൊന്ന്, മകളോടുള്ള സ്നേഹം മറ്റൊന്ന്. അതിന് ആ വ്യത്യസ്തതകളുണ്ട്. എല്ലാരെയും ഒരുപോലെയല്ല സ്നേഹിക്കുന്നത് അല്ലേ? ഈ ടേബിൾ മേലെ എനിക്ക് തോന്നുന്നു there are love, we are talking about love, right? So love the definition generations le change avuna. So എനിക്ക് ഈ ടേബിളിലെ I am seeing different generations at this table. So മാമിന്റെ സമയത്തില്, ലീല ചേച്ചിന്റെ സമയത്തില് it was a different definition. For us probably it's different. For your generation ഇപ്പൊ we are living നമ്മ ഇപ്പൊ ഈ ജനറേഷനിലെ ലവ്ക്ക് ഡെഫിനേഷൻസ് ആർ വാട്ട് സിറ്റുവേഷൻഷിപ്സ്, പല ടേംസ് ഒക്കെ ഉണ്ട്. ജനറേഷന് മുഴുവൻ ഇങ്ങനെ കാണാൻ സാധിക്കില്ല കേട്ടോ. അതങ്ങനെ എല്ലാവർക്കും അങ്ങനെ, എല്ലാവരും പല അവരുടേതായ ഇഷ്ടങ്ങളുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഇതില് തന്നെ ഒരു ഭാര്യ കഥാപാത്രം, ഒരു അവരുടെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ കഥാപാത്രം, രണ്ടെണ്ണം ഉണ്ട്.
പക്ഷെ ഭാര്യയുമായി കല്യാണം കഴിച്ചത് കൊണ്ട് അവിടെ മുന്നേ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇപ്പൊ ഇഷ്ടമല്ലാതാവുന്നില്ല. അപ്പം ആ പ്രണയം അല്ലെങ്കിൽ ആ സ്നേഹമേ സ്റ്റിൽ ദെയർ. അപ്പോൾ ഇഷ്ടങ്ങൾ മാറുന്നുണ്ടായത് ഇതൊക്കെ നമ്മൾ എവിടെ നിർത്തണം എന്നുള്ള ഒരു ബൗണ്ടറിയും കൂടുതൽ കാണുന്നുണ്ട്. പ്രായത്തിൽ ഏറ്റവും കുറവാണെങ്കിലും ഏറ്റവും മെച്ചൂർഡ് ആൻസേഴ്സ് ഇവിടെ ഇല്ല, ഇനി അമ്മ എടുത്തോ. അതെ, ഒരെണ്ണം. ഈ സിനിമ ഇത്രയും മനോഹരമാക്കാൻ ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫർ എന്തൊക്കെയാണ് ചെയ്തത് താങ്കൾക്കും തോന്നുന്നത് പറയാം. പല പല ഭാഗങ്ങൾ മുന്നേ ചേച്ചി പറഞ്ഞു അല്ലേ? അവരാണ് ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയത്. അവരുടെ ആ കൂടിയ സപ്പോർട്ടാണ് നമ്മളെയൊക്കെ ആ കഥാപാത്രങ്ങൾ ഇത്രയും വിജയിപ്പിക്കാൻ കാരണമായത്. ഒന്ന് കഥാപാത്രം, ഒന്ന് ഡയറക്ടർ, സിനിമാറ്റോഗ്രാഫി, എല്ലാം അതിന് ചേർന്ന ഘടകങ്ങളാണ്. അതെല്ലാം കൂടെ ഒത്തുചേർന്നെങ്കിൽ തീർച്ചയായിട്ടും. മാത്രമല്ല ഇപ്പം നമ്മൾ ആ കഥാപാത്രം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ കഥാപാത്രം, നിങ്ങൾ ആ കഥാപാത്രത്തെക്കുറിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അതിനേക്കാൾ എനിക്ക് തോന്നുന്നു 10x അത്രയും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആ കഥാപാത്രത്തിനെ കുറിച്ച് അത്രയും ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. വെദർ ഓർ നോട്ട് ഇറ്റ് ഈസ് ആക്ച്വലി നീഡഡ് ഓൺ സ്ക്രീൻ, അതൊന്നും ആവശ്യം പോലും ഉണ്ടാവില്ല. ജനിച്ച സാഹചര്യം, ജനിച്ച് വളർന്ന സാഹചര്യം എല്ലാം പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് അതൊന്നും ആക്ച്വലി സ്ക്രീനിൽ അതൊക്കെ എങ്ങനെയാ റിഫ്ലക്ട് ചെയ്യുക. ഐ വാസ് തിങ്കിങ് ഇതൊന്നും സ്ക്രിപ്റ്റിലില്ലല്ലോ, ഇതെന്തിനാ പറയുന്നത്. ബട്ട് ദെൻ വെൻ ഇറ്റ് കംസ് ടു ആക്ച്വൽ ആ ഷോട്ടിന് സമയം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഓരോ ഷോട്ടിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ലേൺ ചെയ്യാൻ സാധിച്ചു എന്നതാണ് അല്ലേ? ഐ തിങ്ക് സ്റ്റോറി അതൊക്കെ കീപ്പിംഗ് ഇറ്റ് അസൈഡ്, ഒരു ബിലീഫ് ഉണ്ടാവില്ലേ? ഐ ബിലീവ് ഇൻ ഇറ്റ്. ഐ തിങ്ക് ഇത് അനീഷ് സാറിന്റെ, ഡയറക്ടർ സാറിന്റെ, ഐ മീൻ ജോൺ സാറിന്റെ ബിലീഫാണ്. ഇതിനു മുമ്പ് ഓൾസോ ലൈക്ക് ഐ വാസ് ടെലിംഗ് ദിസ് ടു സമ്മൺ എൽസ് ഓൾസോ. ഈ ശ്രുതി പറഞ്ഞ പോലെ ലൈക്ക് ആ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ടല്ലേ. ഞാൻ ഐ തിങ്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് എല്ലാവർക്കും പറഞ്ഞ് ഐ എം സെയിങ് ഇറ്റ് അഗൈൻ, ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഞാൻ സ്ക്രിപ്റ്റ് ഐ ഡിഡ്ന്റ് റീഡ് ദ സ്ക്രിപ്റ്റ് ബിക്കോസ് obviously I don't know how to read മലയാളം ഉണ്ടായിരുന്നു. സോ all I had was സാറാണ് അത് he read it to me. ആ റീഡിംഗിൽ ഇറ്റ്സെൽഫ് എനിക്ക് മനസ്സിലാക്കി, എനിക്ക് കാണാനായിക്ക് ഓക്കെ വാട്ട് ആർ ദേ ട്രൈങ് ടു സേ, യുനോ ആ ദാറ്റ് ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ്, യുനോ ലൈക്ക് ആസ് യു സെഡ് വിഷ്വലൈസ് ചെയ്യാൻ. സോ ആൻഡ് വിഷ്വലൈസേഷൻ ഓൾസോ ജനറലി നമുക്ക് എന്താ ഒരു ബുക്കോ ഏതോ വായിച്ചപ്പോൾ നമ്മളുടെ വേൾഡിലേക്ക് പോകും. പക്ഷെ ഇവിടെ ഐ വെന്റ് ടു സാറിന്റെ വേൾഡിലേക്ക് ഒരു പ്രാവശ്യം ഓൾസോ എനിക്ക് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഡീവിയേറ്റഡ്, എൻ്റെ വേൾഡിലേക്ക് ഞാൻ പോയിട്ടില്ല. സോ ആ ബിലീഫ് ഓർ ദാറ്റ് കൺവിക്ഷൻ ഓർ വട്ട് എവർ ദ വേർഡ് ദാറ്റ് യു വാണ്ട് ടു യൂസ്, ഐ തിങ്ക് ദാറ്റ് is what made Poovu what it is today. So again നിങ്ങൾക്ക് മൂവി കണ്ടപ്പോൾ മനസ്സിലാവും what we are talking about. പൂവ് കണ്ടിറങ്ങി whoever watched it, ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യം അതിന്റെ ഡയറക്ഷൻ സൈഡും ക്യാമറയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അതെ, വളരെയധികം പേര് പറഞ്ഞു അതിന് വിഷ്വൽസ് ഒക്കെ ഭയങ്കരമായി മനോഹരം. അത് ഞാൻ ഡബ് ചെയ്യാൻ ഞാൻ അതിനു മുമ്പ് നമ്മളെ കാണുന്നില്ലേ, ഡബ് ചെയ്യാൻ വരുമ്പോ ആ വിഷ്വൽസ് എല്ലാം കണ്ടപ്പോൾ എനിക്കങ്ങ് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ അപ്പോൾ തന്നെ അനീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ വളരെ നന്നായിരിക്കുന്നു, വിഷ്വൽസൊക്കെ വളരെ ഗംഭീരമായിരിക്കുന്നു.